അപ്പോൾ ഭാര്യമാർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയാനൊക്കത്തില്ല. അവർ പരമാവധി പറയുന്നത് അവരുടെ വീട്ടിൽ പോയി അമ്മയുടെ അച്ഛനോടും പറയുക. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുള്ള വാക്കായിരുന്നു. പെര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്ന നിലവാരത്തിലാണ് വിവാഹത്തിനെ പറ്റി ഇപ്പോൾ പറയുന്നത്. 4 പേരെ ഞാൻ ഇറക്കി. റിലേഷൻഷിപ്പിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പുതിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഇത് മുഴുവനും ഞാൻ സന്യാസിയായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ആൾക്കാർ വന്ന് നമ്മുടെ പറയും. 2 വർഷത്തോളം ഞാനും ജയശ്രീയും തമ്മിൽ സത്യത്തിൽ ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അന്ന് കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലില്ല. അപ്പൊ കുട്ടി നമ്മുടേതാണ് എന്ന് വിചാരിക്കുന്ന എന്നല്ലാതെ സത്യത്തിൽ നമ്മുടേതല്ലാതായി മാറിപ്പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം. വിവാഹിതരാകുന്നു, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു, കുട്ടികളെ വളർത്തി മരിക്കുന്നു, ഇങ്ങനെ മാത്രമാണ് പറയുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മുഴുവൻ അപപ്രശംസം, കുഴപ്പം വരുന്നു എന്നായിട്ട്. അതുപോലെ തന്നെ അവിഹിതം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ അസന്മാർഗികം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. ഇതിന് ശേഷമാണ് എല്ലാ കോടതികളിനകത്തും ഒരു കൗൺസിലറെ വേണം, മീഡിയേഷൻ ആളിനെ വേണം എന്ന് പറയുന്ന കാര്യങ്ങൾ വരികയും. മൈത്രേന്റെ ഒരു ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൈത്രേൻ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുട്ടീനെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു രീതിയിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു 18 വയസ്സിന് ശേഷം ഞാൻ ഒരു പ്രണയബന്ധത്തിനെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് മിക്ക പാരൻസിൻ്റെ ഇടയിലും ഉള്ള ഒരു പ്രശ്നമാണ് നമ്മൾ പാരൻസിന് കുട്ടികളെ നോക്കാനായിട്ട് സമയമില്ലാതെ വരുന്നൊരു ഇഷ്യൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രധാനമായിട്ട് നടക്കുന്നൊരു ഇഷ്യൂ ആണ്. പക്ഷെ പുറത്തേക്ക് എല്ലാവരും പറയണമെന്നില്ല. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബന്ധങ്ങളോ കാര്യങ്ങളോ വരുമ്പോഴേക്കും ഈ കുട്ടിയുടെ അടുത്തേക്കുള്ള ശ്രദ്ധ വളരെയധികം കുറഞ്ഞു പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ആ ഒരു തോട്ട് ഉള്ളതുകൊണ്ടായിരുന്നു മൈത്രേൻ ആ സമയത്ത് കുട്ടിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതും. ഇപ്പോൾ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ആൾക്കാരൊന്നും നേരത്തെ ഉള്ള ആൾക്കാരൊന്നും ഇല്ല. ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്നാമത്തെ ഒരാളോടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. മറ്റേ 2 പേര് തമ്മിലുള്ള ബന്ധത്തിനകത്തായിരുന്നു നമ്മൾ നിന്നിരുന്നത്. കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. കാരണം നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരാളല്ല. അങ്ങനെയാണ് ആൾക്കാർ എപ്പോഴും വിചാരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളല്ല. നമ്മുടെ ഒരു സാമൂഹികമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയിലാണ്. ഇതുവരെയും അത് അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഗവൺമെൻറ്. ഇപ്പോൾ ഒരു അമ്മയോ അച്ഛനോ കുട്ടിയെ വളർത്തുന്നതിന് ഒരു ശമ്പളവും തന്നിട്ടില്ല. പക്ഷെ ആ കുട്ടി നമ്മുടേതാണെന്നാണ് സങ്കല്പം. പക്ഷെ കുട്ടിയെ നമ്മളാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനെ കൊല്ലാൻ നമുക്ക് അവകാശമില്ല. അത് ഇവിടുന്ന് വന്നു പറയണ്ടേ. 18 വയസ്സാകുമ്പോൾ കുട്ടി വളർന്നു. കുട്ടി വളർന്നു കഴിഞ്ഞാൽ അതിന് നമ്മളെപ്പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ആളായിട്ട് മാറി എന്നാണ് അവർ പറയുന്നത്. 18ാമത്തെ വയസ്സിൽ സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടായി, അമ്മയും അച്ഛനെയും വിട്ടുപോകാൻ അവകാശം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആകുമ്പം നമ്മളിതൊരു സാമൂഹികമായിട്ട് വരുന്ന ഒരു പ്രവർത്തനമായിട്ട് കാണേണ്ടത്. അപ്പോൾ കുട്ടി നമ്മുടേതാണ് എന്ന് വിചാരിക്കുന്ന എന്നല്ലാതെ സത്യത്തിൽ നമ്മുടേതല്ലാതായി മാറിപ്പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമില്ലേ. ഇത് അക്കൗണ്ടബിളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനകത്താണ് അമ്മയും അച്ഛനുമായിട്ടിരിക്കുന്ന ആൾക്കാർ ഇടപെടുന്നത് എന്നുള്ളത്. ഇത് ഞാൻ സിദ്ധാന്തപരമായി തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ആളായിരുന്നു. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പുതിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഇത് മുഴുവനും ഞാൻ സന്യാസിയായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ആൾക്കാർ വന്ന് നമ്മുടെ പറയും അവർക്കൊരു പ്രശ്നമുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ റിലീജിയസ് എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സ്പിരിച്വൽ എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ആൾക്കാർ ഓപ്പൺ അപ്പ് ചെയ്ത് അവരോട് ഓരോ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സൈക്കോളജി പഠിച്ച് കൗൺസിലേഴ്സ് ആകുന്നവരുടെ റോളായിരുന്നു ഈ പറയുന്നവരെല്ലാവരും ചെയ്യും. വീടുകളിനകത്തെ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുന്നവർ തന്നെയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഞാനൊരു 10 വർഷത്തോളം അങ്ങനെ ജീവിച്ചിരുന്ന കാരണം കൊണ്ട് ഒരു 100 കണക്കിന് ആൾക്കാർ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതിനകത്തൊക്കെ ഇങ്ങനെ പാറ്റേൺസ്, ആളുകളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ആൾക്കാർക്ക് എന്തുകൊണ്ട് റിലേഷൻഷിപ്പുകൾ അങ്ങനെ ഉണ്ടാകുന്നത്, നമുക്ക് അന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എന്താണ്, 2 പേര് തമ്മിൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കുന്നവരാണെന്നായിരുന്നു പഠിപ്പിക്കുകയും പറയുകയും ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരു മൂല്യമായിരുന്നു നിലനിന്നിരുന്നത്. അപ്പം ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു മൂല്യമായിട്ടായിരുന്നു നമ്മളെപ്പോഴും കണ്ടിരുന്നത്.
രണ്ടുപേര് പ്രണയിച്ചാൽ ജീവിതകാലം മുഴുവൻ അവർ പ്രണയിക്കുന്നു, അവർ വിവാഹിതരാകുന്നു, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു, കുട്ടികളെ വളർത്തി മരിക്കുന്നു. ഇങ്ങനെ മാത്രമാണ് പറയുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് മുഴുവൻ അപപ്രംശം, കുഴപ്പം വരുന്നു എന്നായിട്ട്. അതുപോലെ തന്നെ അവിഹിതം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ അസന്മാർഗികം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു വളരെ കൃത്യമായി ഇന്നതാണ് ശരി എന്ന് പഠിപ്പിക്കുന്ന നിലവാരത്തിൽ പഠിപ്പിച്ചു വരുന്ന ഒരു ലോകത്തായിരുന്നു ഞാനും ഒക്കെ വളർന്നിരുന്നത്. നമ്മളെല്ലാവരും വളർന്നിരുന്ന അങ്ങനെ തന്നെയായിരുന്നു. ആ മൂല്യമാണ് ശരിയെന്ന് പഠിപ്പിക്കുന്നത്. രണ്ടുപേര് തമ്മിൽ വിവാഹിതരാകുക, അത് നമുക്ക് വിട്ടുതരുന്ന പോലുമില്ല. ഇപ്പോൾ മക്കളായ വിവാഹം കഴിപ്പിക്കുന്ന അമ്മയച്ഛനും കംപ്ലീറ്റ് മോണിറ്റർ ചെയ്ത് രൂപപ്പെടുത്തുന്ന ഒരു സെറ്റ് പാറ്റേൺ അനുസരിച്ച് ജീവിക്കാനായിട്ട് നിർബന്ധിക്കുന്ന തരത്തിലാണ്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമില്ലാത്ത വീടുകളായിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ നമുക്ക് പിന്നീടാണ് നമ്മളിങ്ങനെ കാണുന്നത് അവിടെ പുരുഷപ്രധാനമായ വീടുകളാണുള്ളതെന്നും പുരുഷൻ്റെ എക്സ്റ്റൻഷനായിട്ട് മാത്രമാണ് സ്ത്രീകളുള്ളതെന്നും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഫെമിനിസമൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം വന്നത്. ഇത് വരുന്ന സമയത്താണ് ഈ മനുഷ്യർ തമ്മിൽ പരസ്പരം അറിയേണ്ട ആവശ്യമുണ്ടെന്നും തിരഞ്ഞെടുക്കേണ്ടതുണ്ടെന്നും, തിരഞ്ഞെടുപ്പൊക്കെ ലോകത്തേക്ക് വരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ 1950 തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വരിക എന്ന് പറയുന്ന സാധനം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വരുന്നതിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയപ്പെടും. ക്ലാസ് റൂമിനകത്തൊക്കെ പറയപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ പൊതുവേ പഴയ മൂല്യം തന്നെയാണ് എല്ലായിടവും നിൽക്കുകയും പറയുകയും ചെയ്യുന്നെങ്കിലും ഇതെല്ലാം കടന്നും വരുന്നുണ്ട്. അപ്പോൾ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേനും വീടുകളിൽ മുഴുവൻ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. എല്ലായിടത്തും നോക്കി അതുവരെ സംഘർഷം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, സംഘർഷം നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ഭർത്താവ് ഭാര്യയെ അടിച്ചു എന്ന് പറയുന്നത് ഒരു ഇഷ്യൂവേ അല്ല, അത് നോർമലാണ്. ഭാര്യമാർ തന്നെ പറയും എൻ്റെ ഭർത്താവ് എന്നെ അടിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്ന ആളുകൾ ചോദിക്കുമായിരുന്നു. അങ്ങനെ വീട്ടിനകത്ത് ബഹളം നടക്കുന്ന സമയത്ത് ആൾക്കാർ ഓടിച്ച് എന്നിട്ട് നിങ്ങളെന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഭർത്താവിനെ വഴക്ക് പറയാനായിട്ട് അയലത്തുള്ളവർ ശ്രമിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ അടിച്ചതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നിടത്താണ് പെട്ടെന്ന് ഈ ചെന്നവർ മുഴുവൻ അബദ്ധരായി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. സിനിമകൾ പോലും നമ്മൾ ആ ആദ്യകാലത്തെ സിനിമകൾ എടുത്താൽ ഇത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ കുടുംബത്തിനകത്തൊരു പ്രശ്നമുണ്ടെന്നും ഭാര്യയും ഭർത്താവും രണ്ടുപേരുണ്ടെന്നും ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന് തുല്യമാണെന്നും ഒക്കെ വരുന്ന പുതിയ വാല്യൂസ് ഈ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് തുടങ്ങി. ഇതാണ് ഈ പ്രശ്നം ഉണ്ടായ സ്ഥലം. അതുകൊണ്ട് അതുവരെ സപ്പോർട്ടില്ലായിരുന്നു. അപ്പോൾ ഭാര്യമാർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയാനൊക്കത്തില്ലായിരുന്നു. അവർ പരമാവധി പറയുന്നത് അവരുടെ വീട്ടിൽ പോയി അമ്മയുടെ അച്ഛനോടും പറയാം. അപ്പോൾ പറയും നിൻ്റെ വീട് അതാണ്, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുള്ള വാക്കായിരുന്നു. പെര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്ന നിലവാരത്തിലാണ് വിവാഹത്തിനെ പറ്റി ഇപ്പോൾ പറയുന്നത്. 4 പേരെ ഞാൻ ഇറക്കി കൊള്ളാവുന്ന സ്ഥലത്താണ് എത്തിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന അമ്മയച്ഛന്മാരായിരുന്നു ഉണ്ടായിരുന്നു. ആ സ്ഥലത്തു നിന്ന് മാറിയിട്ട് ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കിട്ടാൽ ഇവിടെ നിന്ന് ഇവർ വിളിച്ച് പറയും നിനക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കാൻ പറ്റുന്നു, വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് അനുവദിക്കുന്ന അമ്മയച്ഛന്മാരുണ്ടായി. അതാണ് നമ്മൾ ഒരു വശത്ത് കാണുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിനകത്ത് അവരുടെ മകളോ മകനോ ആയിരിക്കുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന അമ്മയച്ഛനായിട്ടും ആളുകൾ മാറുന്നുണ്ട്. ഇതും നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കാണുന്നു. അതേ സ്ഥലത്ത് അപ്പോഴാണ് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ഒരു ഇണയെ കണ്ടുപിടിക്കുന്ന കാര്യം സമ്മതിക്കുന്നില്ല ഒരു വശത്ത്. മറുവശത്ത് സ്വന്തം ഇണയാണ് ഇണകളാണ് എന്ന് പറഞ്ഞാൽ തുല്യരായ ഇണകളാണ് എന്ന് പറയുന്ന ഒരു മൂല്യം വേറെ വശത്തൂടെ വേറെ കടന്നു വരുന്നു. അത് പക്ഷെ കോടതിയിലെ കേസ് മുഴുവൻ എങ്ങനെയാണ്, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം എന്നാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭർത്താവിന്റെ കേസിൽ ഓപ്പോസിറ്റ് അത് വരുന്നേ ഇല്ല. അപ്പൊ തുല്യരായ ആൾക്കാരല്ല എന്ന് കോടതിയിലെ നിയമം മുഴുവനും നിൽക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ മുഴുവൻ നിൽക്കുന്നത് ഈ 2 പേര് തുല്യരാണെന്ന്. ഇങ്ങനെ വന്നിട്ടുണ്ടാകുന്ന ഒരു ആർക്കും അറിഞ്ഞുകൂടാ ഇതിനൊക്കെ എന്ത് പരിഹാരമാണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന സമയത്താണ് അതുവരെ ഡൈവോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നിരുത്സാഹപ്പെടുത്തും എന്നുള്ളതായിരുന്നു കോടതി ചെയ്തിരുന്നത്. അതിനുവേണ്ടി ഭയങ്കര തെളിവുകളൊക്കെ വെക്കണം. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ആള്
വളരെ മോശമായി പെരുമാറി എന്നുള്ളതിന് തെളിവ് വെച്ചിട്ട് മാത്രമേ ചോദിക്കാനൊക്കത്തുള്ളൂ. ഇതിന് ശേഷമാണ് എല്ലാ കോടതികളിനകത്തും ഒരു കൗൺസിലറെ വേണം, മീഡിയേഷൻ ആളിനെ വേണം എന്ന് പറയുന്ന കാര്യങ്ങൾ വരികയും അങ്ങനെ കൗൺസിലേഴ്സൊക്കെ ഉണ്ടാകുകയും സൈക്കോളജിയിൽ ഇതിനെ പറ്റി സംസാരിക്കുകയും ഡൈവേഴ്സ് എന്ന് പറയുന്ന രണ്ടുപേർക്ക് ചേർന്ന് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ മ്യൂച്വൽ ഡൈവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരിക. ഇതെല്ലാം വന്നിട്ടാണ് ഇതിൻ്റെ നമ്പർ അങ്ങ് പെട്ടെന്നങ്ങ് കൂടിയിട്ട് ഒരു കോടതിക്കകത്ത് മറ്റുള്ള കേസുകളൊന്നും കൈകാര്യം ചെയ്യുന്നതിനേക്കാളും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിന് സെപ്പറേറ്റായ കോടതി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് കുടുംബ കോടതി ഉണ്ടായത്. അപ്പോൾ ഈ കുടുംബ കോടതി ഉണ്ടായ ആ സന്ദർഭം തൊട്ടാണ് മ്യൂച്വൽ ഡൈവേഴ്സും ഈ ഡിസ്കഷനും ഈ കൗൺസിലിങ്ങും ഇങ്ങനെയുള്ള സകല ഇന്ന് നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ മുഴുവൻ വരുന്നത്. പക്ഷേ വീടുകളിനകത്ത് ഈ കുടുംബ കോടതിയിൽ എത്തിച്ചേരാതിരിക്കാനുള്ള പഴയ ഇൻഷുറൻസ് അനുസരിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ 10 പൊരുത്തമുള്ള ജാതകം നോക്കുക, നമ്മുടെ ജാതിയിൽപ്പെടുന്നവർ, നമ്മുടെ മതത്തിൽപ്പെടുന്നവർ, നമ്മുടെ തരക്കാരായിരിക്കുന്നവർ, തരക്കാരായിരിക്കുന്നവർ, ഇതെല്ലാം നോക്കിയെടുക്കുന്ന കല്യാണം ഒരു വശത്ത് നിൽക്കുക. മറുവശത്ത് വ്യക്തിഗതമായി ആളുകൾ തുല്യരാണെന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ക്ലാസ് റൂമിനകത്തൂടെ കടന്നു വരുന്ന ഒരാശയവും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഘർഷഭരിതമായ സ്ഥലത്താണ് നിന്നിരുന്നത്. ഇതൊക്കെ മുഴുവൻ ഞാനൊക്കെ ഇങ്ങനെ കാണുകയും ജീവിതത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഫ്രെയിമിനകത്തായിരുന്നു ഞാൻ ജയശ്രീയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തോളം ഞാനും ജയശ്രീയും തമ്മിൽ സത്യത്തിൽ ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അന്ന് കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലില്ല. പക്ഷെ നമ്മൾ അത് അങ്ങനെ തന്നെ ഡേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഈ വിഷയങ്ങൾ മുഴുവൻ സംസാരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന അപ്പോൾ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിനെ പറ്റി കുഞ്ഞ് വേണം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ധാരാളം ജനങ്ങൾ ഉണ്ട്. അപ്പോൾ അന്നൊക്കെ പഠിപ്പിക്കുന്ന പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. ലോകം മുഴുവനും ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് ജീവിക്കാൻ പറ്റാതായി തീരും. അതുകൊണ്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം വ്യക്തിഗതമായി നമുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു കുഞ്ഞു മതി എന്നല്ല കുട്ടിയെ വേണ്ടാന്ന് തീരുമാനിക്കുന്നിടത്തായിരുന്നു ഞാൻ നിന്നിരുന്നത്. അപ്പോഴാണ് ജയശ്രീ പറഞ്ഞത് അങ്ങനല്ല, 2 പേര് ചേർന്നിട്ട് ഒരു കുഞ്ഞിനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കത്തില്ല, കുറയത്തേ ഉള്ളൂ. 2 പേര് ചേർന്ന് 2 പേരെ ഉണ്ടാക്കിയാൽ തന്നെ അതിനകത്ത് കുറച്ച് മരിച്ചു പോവും. അത് കാരണം അപ്പോഴും കുറയത്തേ ഉള്ളൂ. 2-3 കുഞ്ഞുങ്ങളെങ്കിലും ആകുമ്പോഴേ ജനസംഖ്യ വർധനവുണ്ടാകത്തുള്ളൂ. അത് അതിനൊരു കണക്കെടുത്താൽ 2ഉം 3ഉം ഒക്കെ ഉള്ള കുട്ടികളുള്ള വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2.1, 2.2 ഒക്കെ ആകുമ്പോഴേ ജനസംഖ്യ വർദ്ധിക്കത്തുള്ളെന്ന് കണ്ടുപിടിച്ചു. അതൊരു അമ്മയാകാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അല്ല, ജയശ്രീ പറഞ്ഞ ജയശ്രീക്ക് പ്രസവിക്കുക എന്ന് പറയുന്നത് ജയശ്രീ ധാരാളം എന്താണ് സ്ത്രീകൾ പ്രസവിക്കുന്ന കണ്ട് അതിൻ്റെ അപ്പം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കതൊന്ന് അറിയണമെന്ന് പറയാം. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്ന ഈ ഇത്രയും ജനസംഖ്യ ഉണ്ടാക്കരുത് എന്നുള്ള നിലപാടിലാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജയശ്രീ അപ്പോഴാണ് ഈ കണക്ക് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ കുഞ്ഞിനെ ഉണ്ടാക്കാതിരിക്കുന്നത് വഴി ജനസംഖ്യ വർദ്ധിക്കാതിരിക്കുന്നതല്ല, കുറഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഒരെണ്ണമെങ്കിലും ആകാം എന്ന് തീരുമാനിക്കുന്ന വഴി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സാധാരണ പ്രണയം എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഡിസ്കഷനേ ഇല്ലല്ലോ. അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് മാത്രമാണല്ലോ പറയുന്നത്. 2 പേര് തമ്മിൽ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയായെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാളെ ഇണക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സസൈസ് പോലെയാണല്ലോ പ്രണയത്തിന് മുഴുവൻ നിൽക്കുന്നത്. അവരെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ അന്ന് തൊട്ടാണ് പതുക്കെ നമ്മളിങ്ങനെ കാണാൻ തുടങ്ങി. അവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അത് കഴിഞ്ഞിട്ട് സഹോദരങ്ങളുണ്ട്, അയലത്തുകാരുണ്ട്. ഇതൊക്കെ പിന്നീടാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം ഇതൊന്നുമില്ല. ആദ്യം 2 വ്യക്തികൾ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ റോഡിൽ കൂടെ അല്ലെങ്കിൽ ചായക്കടയിലോ ഇരിക്കുന്ന കാണുന്നത് 2 മനുഷ്യർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അച്ഛൻ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് ഇവർക്ക് അച്ഛനുണ്ട്, അല്ലെങ്കിൽ ഇവന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരി ഉണ്ടെന്നൊക്കെ നമ്മൾ പിന്നീടാണ് കാണുന്നത്. പിന്നീടാണ് നമ്മൾ കാണുന്ന ഒരാളെ അല്ല നമ്മൾ പ്രണയിക്കുന്നത്, ഒരു സംഘത്തിനെയാണ് പ്രണയിക്കുന്നത്. കാരണം അത്രയും പേര് ഇതിനകത്തുണ്ട്. ഒരു വ്യക്തി എന്ന് പറയുന്നതിനകത്ത് ഒരു 10-20 പേരെങ്കിലും കാണും. അത്രയും പേരുടെ ഇൻഫ്ലുവൻസിനകത്തുള്ള ഒരു വ്യക്തിയേ ഉള്ളൂ. പക്ഷെ തുടക്കത്തിൽ അങ്ങനെയല്ല. തുടക്കത്തിൽ ഒരുങ്ങി ഉടുപ്പ് വിട്ട് നിൽക്കുന്ന 2 പേര് മാത്രമേ ഉള്ളൂ, ഇഷ്ടക്കാർ മാത്രമേ ഉള്ളൂ, ഐസ്ക്രീം തിന്നുന്നവരും. പിന്നെയാണ് നമ്മളിങ്ങനെ കാണുന്നത് നിൻ്റെ അച്ഛൻ പറയുന്നത് തന്നെ നീ കേൾക്കത്തുള്ളൂ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാകും.